ഫസ്റ്റ് തന്നെ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. നമുക്കിപ്പം ഫുഡിനെ പറ്റി പറയാം. നമ്മൾ നാട്ടിൽ നിന്ന് ഒരു പ്രവാസി അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയാലും നമ്മൾ ബഹ്റൈനിലേക്ക് വിസ എടുത്ത് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് എന്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരണം. ഇവിടെ എന്തൊക്കെ കിട്ടില്ല, പിന്നെ ഇവിടെ കിട്ടും അത്യാവശ്യമെല്ലാം, പക്ഷെ ഇവിടെ അതിന് എക്സ്പെൻസീവ് ആയിരിക്കും നമ്മൾ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പം. നമ്മുടെ നാട്ടിലെ സാധനങ്ങളുടെ ആ ഒരു റേറ്റ് ആയിരിക്കില്ല ഇവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പം. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ നമ്മുടെ നാട്ടിലെ കൂട്ട് എല്ലാം ഒന്നും കിട്ടില്ല. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മിച്ചേഴ്സ്, ചിപ്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളാകുമ്പം അതൊന്നും ഇവിടെ കിട്ടൂല. ലൈക്ക് ചിലതൊക്കെ കിട്ടും, ബട്ട് എക്സ്പെൻസീവ് ആണ്. സോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം സ്നാക്സ് ഐറ്റംസ് അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ലൈക്ക് നമ്മുടെ നാട്ടിൽ ലൈക്ക് മിച്ചർ, കുർക്കുറ്, ചക്ക വറുത്തത്, കാവറ്റിലൊക്കെ. അതായത് ചക്ക വറുത്തതിനോട് ഒട്ടും കൂട്ടില്ല. കിട്ടിയാലും ചിലപ്പം ലൈക്ക് സീസണിൽ നമുക്ക് ഇക്കുനി കിട്ടുന്നതല്ലാതെ അത് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് അതിനോടൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്, സ്നാക്സ് ഒക്കെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പം അത് കുറച്ച് വാങ്ങിക്കൊണ്ട് വരാം. നിങ്ങൾക്കിപ്പം ഒക്കേഷണലി വല്ലപ്പോഴും കഴിക്കാമല്ലോ. സോ അതൊക്കെ വാങ്ങിയിട്ട് വരാം. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ നാട്ടിൽ വെച്ച് നോക്കുമ്പം ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ്. പക്ഷേ നമുക്കിപ്പം വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ആ സാലറി ഒത്തും അത് മാച്ചായിപ്പോവും. പക്ഷെ ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കാനായിട്ട് ഇവിടെ വരുന്നവരാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അതിനനുസരിച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫുഡൊക്കെ ആയാലും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തുള്ള പൊടിവകകളായാലും ഇവിടെയും കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിലെ കൂട്ട് അത്ര പ്യുവർ ആയിരിക്കത്തില്ല. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ചാൽ നാട്ടിലൊക്കെ ആകുമ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾ വേടിക്കുന്നു, പൊടിക്കുന്നു, ഉണക്കുന്നു. സോ അത് 100% നാച്ചുറൽ ആയിരിക്കും, ഓർഗാനിക്കും ആയിരിക്കും. സോ ഇവിടെ അതേപോലെ ആയിരിക്കില്ല. ഇവിടെ ചെറിയ പാക്കറ്റിന് തന്നെ ആയാലും മുളക് പൊടിയൊക്കെ കിട്ടും, പക്ഷെ നല്ല വിലയായിരിക്കും. സോ അതനുസരിച്ച് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി ഓർഗാനിക്കും ഹെൽത്തി ആയിട്ടിരിക്കും ഫുഡ്. അതൊക്കെ നമ്മൾ പൊടിച്ചിട്ട് ഒരു കിലോ 2 കിലോ ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് കുറേ നാളത്തിന് യൂസ് ചെയ്യുകയും ചെയ്യാം. കുറേ വർഷങ്ങളായാലും അത് ഇരിക്കുമല്ലോ തോനെ നാൾ. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകണമെങ്കിലും ഇങ്ങനെ അമ്മാമ്മ ഞങ്ങൾക്ക് പൊടിച്ചൊക്കെ തന്നു വിടും. മുളക് പൊടിയായാലും മല്ലിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലൊക്കെ ഇവിടെ കിട്ടും, ബട്ട് എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ ഓർഗാനിക്കും ആയിരിക്കില്ല, അത്ര ഹെൽത്തി ആയിരിക്കില്ല. സോ അതിനുകൊണ്ട് നിങ്ങൾക്ക് പൊടികൾ അങ്ങനത്തുള്ളതൊക്കെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ അതിനവിടെ കുക്ക് ചെയ്യുകയാണെങ്കിലാണ് മെയിൻലി പൊടികൾ കൊണ്ടുവരേണ്ട ആവശ്യം. നിങ്ങളിപ്പം മെസ്സാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്. ഇവിടെ ഇപ്പം ബഹ്റൈനിലൊക്കെ മെയിൻലി ആളുകൾ യൂസ് ചെയ്യുന്ന മെസ്സാണ്. മെസ്സിൽ പോയി 3 ടൈം ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ 2 ടൈം മെസ്സ് എടുക്കാം, അങ്ങനെ ഫുഡ് കഴിക്കായിരിക്കും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് റെസ്റ്റോറൻറ്റിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചിലപ്പം അവർ പ്രൊവൈഡ് ചെയ്യും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ തോനെയും അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന മസാല പൊടികൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് മെയിൻലി ന്യൂഡിൽസ് അങ്ങനത്തുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ വേറൊരു കൺട്രിയിലേക്ക് വരുമ്പം നമുക്ക് ഉടനെ പോയി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നത് നടക്കില്ല. അതേപോലെ റെസ്റ്റോറൻറ്റ്സ് ആയാലും നോർമൽ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ബഹ്റൈനിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ വലിയ റേറ്റ് ഒന്നുമില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ഇന്ത്യ വെച്ച് നോക്കുമ്പം എല്ലാത്തിനും നല്ല വിലയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ചായയൊക്കെ കുടിക്കുകയാണെങ്കിലും ഇവിടെ ചായക്ക് 100 ഫിൽസ് ലൈക്ക് 100 ഫിൽസേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ 100 ഫിൽസ് എന്ന് പറയുമ്പം നാട്ടിൽ 25 രൂപയാണ്. സോ അങ്ങനെ കമ്പാരിറ്റീവ്ലി ചെയ്ത് നോക്കുമ്പം നല്ല റേറ്റിന് വ്യത്യാസമുണ്ട്, കൂടുതലാണ് ഇവിടെ എല്ലാം. സോ നിങ്ങൾ അത്യാവശ്യം എന്തായാലും വരുമ്പം ഒരു കിറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ലൈക്ക് സ്റ്റുഡൻസൊക്കെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ബഹ്റൈനിലേക്ക് കിച്ചണൊന്നും അങ്ങനെ ലൈക്ക് എല്ലാം സെറ്റായിട്ട് ഫർണിച്ചറുള്ള ഹോമിലല്ല നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു കെറ്റിൽ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക ബഹ്റൈനിലേക്ക് വരുമ്പം. ഇവിടെയും കിട്ടും കെറ്റിൽ, വില കുറവായിട്ട് നമുക്ക് കെറ്റിൽ ഇവിടെ കിട്ടും. ബട്ട് അത് നിങ്ങൾ നോക്കുന്ന ഷോപ്പും എവിടെ നിന്ന് വാങ്ങുന്നതെന്നനുസരിച്ചായിരിക്കും നിങ്ങളുടെ റേറ്റ് കമ്പാരിറ്റീവ്ലി ചെയ്ത് നോക്കുക. സംബന്ധിച്ച് ബഹ്റൈനിൽ കുറേ ഷോപ്പുകളുണ്ട്, കുറേ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ്, കുറേ മാളുകൾ. സോ ഓരോയിടത്തും എല്ലാ സാധനങ്ങൾക്കും ഡിഫറെൻറ്റ് റേറ്റ്സ് ആയിരിക്കും. സോ അത് നിങ്ങൾ ചൂസ് ചെയ്ത് ബെറ്റർ ഓപ്ഷൻ കണ്ടുപിടിച്ച് നിങ്ങൾ വാങ്ങുന്നതിലാണ് എവറിത്തിങ് മാറ്റേഴ്സ്. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കെറ്റിലൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ സംബന്ധിച്ചാൽ സ്റ്റുഡൻസൊക്കെ ആകുമ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആവും. സ്റ്റുഡൻസൊക്കെ താമസിക്കുമ്പോൾ ചിലപ്പോൾ ഷെയർഡ് റൂമിലായിരിക്കും താമസിക്കുക. അപ്പം പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യം വേണ്ടി വരുമ്പം കുറച്ച് ചായയോ തേയിലകളൊക്കെ കുടിക്കണമെങ്കിൽ ഇത് ആവശ്യം വരും. സോ ഒരു കെറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ. കെറ്റിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് തീരെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടായാലും വാങ്ങാം. പക്ഷേ അതിന് നിങ്ങൾക്ക് സമയം പിടിക്കും. അപ്പം ആ ഒരു തൽക്കാലത്തിനൊരു വലിയ പൈസ ഇല്ലാത്ത നാട്ടിൽ നിന്ന് കെറ്റിൽ കൊണ്ടുവന്നാൽ ഉപയോഗപ്പെടും. സംബന്ധിച്ച് നിങ്ങളിപ്പോൾ നൂഡിൽസ് അങ്ങനത്തെ ഉള്ള പാക്കേജ് ഫുഡ്സ് ഇന്ത്യയിൽ
ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. എവിടെയും നൂഡിൽസ് കിട്ടും, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റിൽ മാഗി, ഹിപ്പി അതാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ അത് തോനെ കിട്ടില്ല. അതിൻ്റെ കുറച്ചൊക്കെ വല്ല ചെറിയ ചെറിയ കടകളിലുണ്ടാവും, ചില കടകളിൽ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ മാഗി കിട്ടും 300 ഫിൽസിന്. സോ 300 ഫിൽസ് എന്ന് പറയുമ്പം 75 രൂപയാണ് ഒരു മാഗിക്ക് വരിക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം സാധനം. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് അത് പാക്കറ്റായി വാങ്ങിക്കൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ ഇവിടുത്തെ ബ്രാൻഡുകളുണ്ട് ന്യൂഡിൽസിൻ്റെ. അതൊക്കെ ചീപ്പാണ്. ലൈക്ക് 200 ഫിൽസൊക്കെയുള്ള ഒരു നൂഡിൽസിന് എന്ന് പറയുമ്പം 50 രൂപ ഒരെണ്ണത്തിന് നാട്ടിൽ. ഇപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് 10 പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നെ വരുമ്പം കോഫീൻ്റെ പൗഡേഴ്സ്, കോഫിയൊക്കെ കുടിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡേഴ്സ് ടിന്നായിട്ടല്ല, ചെറിയ പാക്കറ്റ് കിട്ടൂലേ, 2 രൂപ, 5 രൂപ, 10 രൂപ ആയിട്ട്. അതാകുമ്പോൾ തോന്നെ സ്പേസും ആവില്ല. അത് നിങ്ങളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്ന് വെച്ച് കാറ്റായി നശിച്ചു പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യം വരുമ്പം കുറച്ച് എടുത്ത് യൂസ് ചെയ്യാം. സോ അപ്പം കെറ്റിൽ അങ്ങനെ പാക്കറ്റുള്ള സാധനങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം അതൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് മണി സേവിങ്ങും ആയിരിക്കും. ലൈക്ക് നമ്മൾ പെട്ടെന്നൊരു കൺട്രിയിലേക്ക് വരുമ്പം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. സോ എന്നിട്ട് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് കുറച്ച് നമ്മുടെ നാടൻ കറികളോടൊക്കെ താല്പര്യം കൂടുതലെങ്കിൽ, നിങ്ങൾ കുക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ കുക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ, ലൈക്ക് മെസ്സിൽ നിന്നൊന്നും അല്ല ഓർഡർ ചെയ്യുന്നത്, ഇവിടെ ബഹ്റിനിൽ വന്നിട്ടായാലും നിങ്ങൾ സ്വന്തമായി കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കറിവേപ്പിലൊക്കെ കൊണ്ടുവരാം. സംബന്ധിച്ചിവിടെ കറിവേപ്പില അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു ചെറിയ 2 പിടി കറിവേപ്പില, ലൈക്ക് അതിൻ്റെ 2 തടീൻ്റെ ചെറിയൊരിതുണ്ടല്ലോ പീസ്, അതിന് തന്നെ ഇവിടെ 500 ഫിൽസ് ആവുക. 500 ഫിൽസ് എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ ആ ഒരു സംതിങ് റേറ്റ് ആവും. സോ നിങ്ങൾ കറിവേപ്പിലയൊക്കെ ഇവിടെ തോന്നെ നാളത്തേക്ക് താമസിക്കാൻ വരികയാണെങ്കിൽ, നമ്മുടെ വീടുകളിൽ എന്തായാലും കറിവേപ്പില, നമ്മുടെ വീട്ടിലുള്ള അടുത്ത വീടുകളിലൊക്കെ കറിവേപ്പിലയൊക്കെ ഉണ്ടാവും. അതപ്പോൾ നിങ്ങൾ വരുന്നൊരു 2 ആഴ്ചയ്ക്ക് മുമ്പേ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു, നിങ്ങൾ വരുന്നു എന്നൊക്കെ കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ കറിവേപ്പില ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക്, ഞങ്ങൾ നാട്ടിൽ തരുമ്പോൾ ചെയ്യുന്ന അങ്ങനെയാണ്, ജസ്റ്റ് കറിവേപ്പില എല്ലാം കൂടെ പിച്ചി അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുങ്ങനെ ഒന്ന് ഉണക്കും. എന്നുവെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, ചെറിയൊരു സൺലൈറ്റിൻ്റെ ഷെയ്ഡിൽ ആ കറിവേപ്പില ഉണക്കിയിട്ട് ഒരു കവറിൽ പാക്ക് ചെയ്താൽ കൊണ്ടുവരാം. അതാകുമ്പം വലിയ സ്പേസ് എടുക്കില്ല, ഇതൊരിക്കലും നശിച്ചു വരും. നിങ്ങൾക്കത് ലോങ് ടേം ഷെൽഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കുറേ നാളത്തേന് യൂസ് ചെയ്യാൻ പറ്റും സാധനം. സോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ നാട്ടിൽ നമ്മൾ കറിവേപ്പിലേക്ക് എപ്പോഴും ഇടും, കറികളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇവിടെ അതൊന്നും കിട്ടില്ല. സോ കിട്ടിയാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും നമ്മൾ ഇന്ത്യ കമ്പയർ ചെയ്ത് നോക്കുമ്പം. അപ്പം പെട്ടെന്ന് നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കും അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ മെയിൻ ഒട്ടും കിട്ടാത്തതാണ് നമ്മുടെ ചക്ക. എന്നുവെച്ചാൽ ഒട്ടും കിട്ടാതെ തന്നെ കിട്ടില്ല, പക്ഷെ വല്ലപ്പോഴും സീസണിൽ അതും കിട്ടും. ബട്ട് ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. നമുക്കിവിടെ കിട്ടുന്ന ഒരു ചക്ക ഫുള്ളായിട്ടല്ല, ചിലപ്പം ഭയങ്കര റെയർലി ആയിട്ട് നമുക്ക് ഒരു പേപ്പർ ബോക്സ് മാതിരിയെ കിട്ടുക. അതിലൊരു 8 ചക്കച്ചോളം ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ കുരു പോലും ഉണ്ടാവില്ല. അതിൻ്റെ അതൊരു പീസ് ഫ്രഷ് പീസ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള പീസുകൾ വെച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് പഴുത്തിട്ടുള്ളതായിരിക്കും. അപ്പം നമുക്കൊരു കൊതിക്ക് പച്ചയ്ക്ക് കഴിക്കാനുള്ളതേ അതുണ്ടാവുള്ളൂ. അപ്പം നമുക്കിങ്ങനെ അല്ലാതെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിക്ക് അത് കിട്ടൂല. നമ്മുടെ നാട്ടിൽ മെയിൻലി നമുക്ക് ചക്കയായിരിക്കും നമുക്ക് ഒരു ഇത്. സോ അതൊന്നും ഇവിടെ അങ്ങനെ കിട്ടില്ല. സോ നിങ്ങൾ വരുമ്പോൾ ചക്ക വീട്ടിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നെസ്റ്റോളജി ഫീൽ അടിക്കുമ്പം ഇത് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ അത് നോക്കിക്കൊണ്ടുവരാം. അപ്പം ഞങ്ങളെല്ലാം നാട്ടിൽ പോയിട്ട് വരുമ്പം ഈ ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ചക്ക വേവിച്ചൊക്കെ കൊണ്ടുവരും, അവിയിൽ വെച്ച് കൊണ്ടുവരും, പിന്നെ വറുത്തത്, പിന്നെ അത് വെച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ടുവരുമായിരുന്നു നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പം. സോ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ഫ്രൂട്ട്സ് അതൊന്നും കൊണ്ടുവരണ്ട, ലൈക്ക് ഇവിടെ കിട്ടും, പക്ഷെ ഇവിടെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടുത്തെ മണി വെച്ച് കമ്പാരിറ്റീവ്ലി ഓക്കെയാണ് വാങ്ങാൻ. ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഓക്കെയാണ്, വലിയ റേറ്റ് ഇല്ല, കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. നാട്ടിൽ വെച്ചിട്ടും ഒരു ചെറിയ ചേഞ്ചസ് ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ മെയിൻലി കൊണ്ടുവരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്നാക്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ലേസ് അങ്ങനത്തെ ഉള്ളതൊക്കെ ലൈക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവരാം. ലൈക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരു ലേസിൻ്റെ പാക്കറ്റിന് 10-20 രൂപയുള്ളൂ.
സോ പക്ഷേ ഇവിടെ 10-20 രൂപയ്ക്ക് ലേസൊന്നും കിട്ടൂല. സോ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് വല്ലപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ വരുമല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത്ര kg പാക്കേജിങ്ങിന് ഇതുണ്ടായിരിക്കും, ഒരു 30 kg എങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾ. പിന്നെ സ്റ്റുഡൻ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എയർലൈൻസ് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു 40 കിലോ ഒക്കെ നിങ്ങൾക്ക് അത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. സോ അത് നോക്കി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കൊണ്ടുവരുന്നത് മിക്സി. പിന്നെ നിങ്ങൾ തന്നെ കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മിക്സിയൊക്കെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയ മിക്സി വാങ്ങിയിട്ട് വരികയാണെങ്കിൽ ഞങ്ങളാരും വീട്ടിലേക്ക് നാട്ടിൽ നിന്നാണ് സാറിന് ഇതൊക്കെ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. സംബന്ധിച്ച് നമുക്കൊരു ഷോപ്പ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ അവിടത്തേക്കായാലും സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാം. സംബന്ധിച്ചാൽ കുറേ സ്റ്റാഫുകൾ നാട്ടിൽ പോകും, തിരികെ വരും, പുതുതായിട്ട് ആളുകൾ വരും. സോ അവരുടെ ഇങ്ങനായിരുന്നു നമ്മൾ കൊണ്ടുവരിക്കുക സാധനങ്ങൾ. സോ അതേപോലെ മിക്സിയൊക്കെ ഒരു മിക്സി നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഗുഡ്. സംബന്ധിച്ച് ഇവിടെ മിക്സിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് നാട്ടിൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പം. പക്ഷേ ചില സമയങ്ങളിൽ പൊട്ടലിലൊക്കെ അടിച്ചുകൂട്ടി നിങ്ങൾക്ക് സാധനം ഭയങ്കര ചീപ്പായിട്ടും കിട്ടും. നാട്ടിൽ കിട്ടുന്നതിന് ഡബിൾ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധനം കിട്ടും. പക്ഷേ അത് ഭയങ്കര ഒക്കേഷനിലായിരിക്കും. സോ ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യാം, ഉടനെ വന്നിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നില്ല, ലൈക്ക് സമയം എടുത്ത് ആദ്യം മെസ്സിൽ നിന്ന് ഫുഡ് കഴിച്ചു, സമയം എടുത്ത് പതുക്കെ കൊണ്ട് നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്ത് സ്വന്തമായി കഴിക്കാമെന്ന പ്ലാനെങ്കിൽ മിക്സിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് പതുക്കെ ഓഫർ നോക്കി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഓഫർ നോക്കി വാങ്ങുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ലൈക്ക് ഉടനെ അത്യാവശ്യമില്ലെങ്കിൽ എമർജൻസി ആയിട്ട് നിങ്ങൾക്കത് വാങ്ങണ്ടെങ്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് പതുക്കെ ഇവിടെ നിന്നും ഓഫേഴ്സ് നോക്കി വാങ്ങാവുന്നതാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പം അതൊക്കെയാണ് മെയിൻലി നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. സോ നമുക്ക് പാർട്ട് 2 അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ആക്കാം. സംബന്ധിച്ച് ഇതിപ്പോൾ തന്നെ ഒരു 12 മിനിറ്റ് ആവാറായി വീഡിയോ. സോ ഞാൻ ഇത് പാർട്ടായിട്ട് വീഡിയോ ചെയ്തിടാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.